ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മന്തിയുടെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് തന്നെ 2 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുകയാണ് ഒന്നുകൂടി നല്ലത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചതച്ചതാണ്. പച്ചമുളക് ഒരു 2 പച്ചമുളകുള്ളൂ കേട്ടോ ഇതിൽ ചതച്ചിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ വിനിഗറാണ്. അപ്പോൾ ഈ വിനിഗർ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോഴും എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും നമ്മൾ വിനിഗർ ചേർത്താൽ ഒന്നുകൂടി ഒരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ഒരു 4 സ്പൂൺ കോൺഫ്ലവർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലയിലേക്ക് ഒരു മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചിക്കൻ ഫ്രൈ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ലേശം ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇനി ചിക്കൻ തന്നെ വെള്ളമൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ലാസ്റ്റ് ചിക്കനൊക്കെ ഇട്ടിട്ട് നമുക്ക് വെള്ളം കുറവുണ്ടെങ്കിൽ ലേശം വിനിഗർ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇത് നേരത്തെ കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് മസാല പിടിക്കും. അപ്പം ഞാൻ ഈ ചിക്കന് അത്ര ചെറുതാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ഒരു മസാലയൊക്കെ നന്നായിട്ടുള്ളിലേക്ക് പിടിക്കും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇനി ഇതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഫസ്റ്റ് ചേർത്താലും മതിയാകും. നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം. അപ്പോൾ ഞാനിത് 10 മിനിറ്റ് കൊണ്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കോൺഫ്ലവറൊക്കെ ഇപ്പോൾ തന്നെ ചേർത്തത്. നമ്മുടെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഈ കോൺഫ്ലവർ എണ്ണയിലേക്ക് ഇടുന്നതിൻ്റെ തൊട്ട് മുമ്പ് ചേർത്താൽ മതിയാകും. തിളച്ച എണ്ണയിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിലേക്ക് കറിവേപ്പില, അതുപോലെ പച്ചമുളകൊന്ന് നടുക് കീറിയത് ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷമേ നമ്മുടെ ഈ ചിക്കൻ ഇട്ട് കൊടുക്കാവൂ. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വേണ്ടതൊന്ന് വേവിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിലായാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഏത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.